ഇപ്പൊ ഒരു രാജ്യത്തിന് ഔദ്യോഗികമായ സംവിധാനങ്ങളിലൂടെ അവിടെയുള്ള കോടതി വ്യവഹാരങ്ങളിൽ ബന്ധപ്പെടുക എന്നുള്ളത് അങ്ങേയറ്റം ദുഷ്കരമായി സാധ്യമല്ലാത്ത ഒന്നാണ് എന്ന് തന്നെ പറയാം. അവിടെയാണ് കാന്തപുരം ഉസ്താദിന്റെ ഈ ഒരു നീക്കം വളരെ നിർണായകമാകുന്നത്. കാന്തപുരം ഉസ്താദ് എന്ന് പറഞ്ഞാല് ഇപ്പൊ ഈ യമനുമായിട്ട് പതിറ്റാണ്ടുകൾക്ക് മുമ്പ്, ഇപ്പൊ ഞാൻ അവിടെ പഠിക്കാൻ പോകുന്നത് 2013 അതിന്റെയും ഏകദേശം 1.5 പതിറ്റാണ്ട് മുമ്പ് യമനിലെ ഗവൺമെന്റിന്റെ വിശിഷ്ടാതിഥിയായി അവരുടെ ഗ്രാൻഡ് മോസ്കിന്റെ ഇനാഗ്രേഷന് വിശിഷ്ടാതിഥിയായി അവർ ക്ഷണിച്ചത് ഇന്ത്യയുടെ ഗ്രാൻഡ് മുഫ്തിയായ കാന്തപുരം ഉസ്താദിനെയായിരുന്നു. അപ്പൊ അവിടെ അത്രയും സ്വാധീനമുള്ള ഒരു ഇന്ത്യൻ നേതാവാണ് കാന്തപുരം ഉസ്താദ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളൊക്കെ ഒരു ഇന്ത്യക്കാരെന്നുള്ള നിലയ്ക്ക് അവിടെ പോകുമ്പോൾ നമ്മളെ ആളുകൾ അഡ്രസ് ചെയ്യാൻ 2 രൂപത്തിലാണ് നമ്മളോട് ചോദിക്കുക. നിങ്ങൾക്ക് ഷാറൂഖ് ഖാൻ അറിയുമെന്ന് ചോദിക്കും, ഷെയ്ഖ് അബൂബക്കറിന് അറിയുമെന്ന് ചോദിക്കും. അപ്പൊ ഷെയ്ഖ് അബൂബക്കർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കാന്തപുരം ഉസ്താദ്. അപ്പൊ അത്രയും സ്വാധീനമുള്ള ഒരാളാണ് അദ്ദേഹം. അതോടൊപ്പം തന്നെ ഇപ്പം അദ്ദേഹത്തിന് വേണ്ടി അവിടെ ഇടപെട്ട ഷെയ്ഖ് ഹബീബ് ഉമർ എന്ന് പറയുന്ന സൂഫി